കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പതിവുപോലെ നമ്മളുടെ ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഐ വെൽക്കം ആൻഡ് ഗ്രീറ്റ് യു ഓൾ ഫോർ അവർ ടുഡേസ് ബൈബിൾ സ്റ്റഡി. ദൈവം ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മെ സന്തോഷിപ്പിക്കുന്നതാണ്. അത് നമ്മെ വിശുദ്ധരും നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനികളാക്കുന്നതുമാണ്. ആ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Word of God is established in heaven for ever and ever. This word of God has power to cleanse us and purify us. So it is very important to delight in the word of the Lord day and night. I am so happy to be with you with the word of God today. ഇന്ന് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലെ ഗിരിപ്രഭാഷണമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വി ആർ നൗ ഇൻ ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 5. It is a famous word. It says Sermon on the Mount. The first part we studied about Beatitudes, 9 Beatitudes. ആദ്യ ഭാഗം നമ്മൾ പഠിച്ചത് ഒരു ദൈവരാജ്യത്തിലെ ഒരു വ്യക്തി, ഒരു ദൈവപൈതൽ എപ്രകാരമായിരിക്കണം, അവരുടെ റൈറ്റ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണമെന്നുള്ള 9 കാര്യങ്ങളാണ്. അതിനുശേഷം കർത്താവ് വിവരിച്ചിരിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നത് 9 റോങ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. അതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 9 റോങ് ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 9 റോങ് ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, ഒന്ന്, ആദ്യത്തേത്, ദ ഫസ്റ്റ് വൺ ഈസ് ആങ്കർ, കോപം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അതിനുശേഷമുള്ളത് ലെസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, അഡൽട്ടറി. തുടർന്ന് നെക്സ്റ്റ് വൺ ഈസ് ലൈ. ദെൻ സ്പിരിറ്റ് ഓഫ് വെഞ്ചിയൻസ്, ഭോഷ്ക് പറയുന്നത്, പ്രതികാരം ചെയ്യുന്നത്, നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കും, അല്ലാത്തവരെ സ്നേഹിക്കുന്നില്ല, സെലക്റ്റീവ് ലവ്. Then seeking love of money, seeking the honor of men. Then love of money, spirit of judgment. ഇങ്ങനെ നമ്മൾ പഠിക്കുന്നത് 9 റോങ് ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ ഒരു ഭാഗം പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആങ്കർ, കോപത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത്. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 21 ഓൺവേഴ്സ്, മത്തായി 5:21 മുതൽ നമ്മൾ വായിക്കുന്നത്, കുല ചെയ്യരുതെന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. യു ഹാവ് ഹേർഡ് ദിസ് ഫ്രം യുവർ ട്രഡീഷൻസ്, ബട്ട് ദിസ് ഈസ് വാട്ട് ഐ ആം ടെല്ലിങ് ടു യു. നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, ഐ ആം ടെല്ലിങ് യു ദിസ് വൺ. ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഓൾവേസ് വാസ് ഫോക്കസിങ് ദ ആക്ഷൻസ്. പഴയ നിയമം എപ്പോഴും പ്രവൃത്തിയെയാണ് എംഫസൈസ് ചെയ്തിരുന്നത്. പുതിയ നിയമം പ്രവൃത്തിയല്ല, ആ ആറ്റിറ്റ്യൂഡിനെ, നമ്മുടെ ആറ്റിറ്റ്യൂഡിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ കുല ചെയ്യുന്നതാണ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ പാപമായിരുന്നെങ്കിൽ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ
നമ്മൾ കാണുന്നത് കോപിക്കുന്നത് തന്നെ പാപമാണ്, കൊലപാതകമെന്നാണ് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞത്. അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ വായിക്കുന്നത്. അപ്പം നമ്മൾ ഈ ആങ്കർ എന്ന് പറയുമ്പോൾ ദൈവം കോപിക്കുന്നുണ്ട്. എല്ലാ കോപവും പാപമാണ്, കോപിക്കരുതെന്നല്ല പറഞ്ഞത്. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോഴും ദേവാലയത്തിലെ ദോഷകരമായ പ്രവൃത്തികൾ കണ്ടിട്ട് കോപിച്ചിരുന്നതായി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, ആങ്കർ ഫോർ ഗുഡ് റീസൺ ഓർ റൈച്ചസ് ആങ്കർ. അതിനെക്കുറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ കാര്യവും യേശുവിൻ്റെ കാര്യവും ഞാൻ ഓർപ്പിച്ചല്ലോ. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. കർത്താവ് ദേവാലയത്തിൽ കടന്നു വന്ന് കോപിച്ചു. എന്തിനാണ് കോപിച്ചത്? ഇത് കർത്താവിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ഫോർ ഹിസ് പേഴ്സണൽ നീഡ്. വെൻ ഹി സോ ദ unclean things in the temple, he angered for that one. അശുദ്ധമായ കാര്യങ്ങൾ ദേവാലയത്തിൽ കണ്ടപ്പോൾ, വിശുദ്ധിക്കെതിരായിട്ട് കാര്യങ്ങൾ കണ്ടപ്പോൾ യേശു കോപിച്ചു. പിശാചിൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ട് കർത്താവ് കോപിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള വിശുദ്ധമായ കോപം, റൈച്ചസ് സേക്ക്, ആങ്കർ ഫോർ ഗുഡ് റീസൺ ഓർ റൈച്ചസ് ആങ്കർ എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തന്നെ സെയിം ടൈം ജീസസ് വാസ് സൈലന്റ് ബിഫോർ ദാറ്റ് persecutors, before Pilate, before high priest and religious leaders. അവരുടെ പീലാത്തോസിൻ്റെ മുമ്പിലും റിലീജിയസ് ലീഡേഴ്സിൻ്റെ മുമ്പിലൊക്കെ യേശു സൈലൻ്റ് ആയിരുന്നു. നീ ഒന്നും മിണ്ടുന്നില്ല എന്നാണ് അവർ ചോദിച്ചത്. എന്നാൽ യേശു സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി കോപിച്ചിരുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദ ഡേഞ്ചർ ഓഫ് anger for the wrong reason. What is that? That one says, lead to sin, produce hurt. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വന്നാൽ, അത് കോപം കടന്നു വന്നാൽ പാപത്തിലേക്കാണ് നയിക്കുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. Always that anger leads to sin. For example, Moses was so angry against Israelites because of their unbelief, murmuring and everything. So what happened? He lost the privilege to enter into the land of Canaan. കനാൻ ദേശത്തേക്കുള്ള മോശയുടെ പ്രവേശനത്തിന് തടസ്സമായി നിന്നത് അവൻ്റെ കോപമായിരുന്നു. നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കുന്നത്, കയീൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല. അതുകൊണ്ട് കയീൻ അവൻ്റെ സഹോദരനായ ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചപ്പോൾ കയീന് ഹാബേലിനോട് കോപമുണ്ടായി. സോ that anger, Cain's anger led to murder. കോപത്തിലേക്ക് നയിച്ചതായി നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കോപം, അത് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, കോപിച്ചാൽ ആത്മീയ വിഷയങ്ങൾക്കായിട്ട് നമ്മൾ കോപിക്കുകയാണെങ്കിൽ പോലും, ദൈവവചനത്തിനെതിരായി കാണുന്ന കാര്യങ്ങൾ കണ്ട് കോപിക്കുകയാണെങ്കിൽ പോലും, കോപിച്ചാൽ പാപം ചെയ്യരുതെന്നാണ് ദൈവത്തിൽ വായിക്കുന്നത്. ഈവൻ ഇഫ് you get angry for spiritual things, not commit that not lead to sin, അത് പാപത്തിലേക്ക് നയിക്കുവാൻ പാടില്ല എന്ന് നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. മറ്റൊരു കാര്യം, how can we overcome how can we overcome this anger? അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. നമ്മളുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുക. We need to submit everything into the hand of God. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കണം. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല
എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. വി നീഡ് ടു ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ആൻഡ് നോ ദാറ്റ് നത്തിങ് വിൽ ഹാപ്പൻ വിത്തൗട്ട് ദ വിൽ ഓഫ് ഗോഡ് ഓർ വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ഗോഡ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ അനുവാദമില്ലാത്തത് ഒന്നും എൻ്റെ ജീവിതത്തിൽ വരുത്തില്ല എന്ന് പറഞ്ഞ് നാം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. മാത്രമല്ല, നമുക്കെതിരെ ദോഷം ചെയ്തവരോട് നമ്മൾ ക്ഷമിക്കുന്നവരായിരിക്കണം. വി നീഡ് ടു forgive it to the people those who wrong against us. നമുക്കെതിരെ ചെയ്തവരോട് പറഞ്ഞവരോട് നമ്മൾ ക്ഷമിക്കുന്നവരായിരിക്കണം. എന്തുകൊണ്ട് നമ്മൾ ക്ഷമിക്കണം? വൈ? ബിക്കോസ് ഗോഡ് forgive us. ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ തെറ്റുകൾ ചെയ്തതായ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളോട് ക്ഷമിച്ചെങ്കിൽ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായിരിക്കണം. മറ്റുള്ളവരോട് നാം ക്ഷമിക്കുന്നില്ല എങ്കിൽ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് പ്രാർത്ഥന കേൾക്കത്തില്ല. അതാണ് നമ്മൾ വായിക്കുന്നത്. അവൻ നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായിരിക്കണമെന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളുടെ പഴയ നിയമത്തെക്കാൾ എത്രമാത്രം സീരിയസ് ആയിട്ടുള്ളതാണ് പുതിയ നിയമം നമുക്ക് കാണുവാൻ കഴിഞ്ഞല്ലോ. കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണം നീക്കാനല്ല വന്നത്. I am not came to remove the law of Moses, but I came to fulfill the law. ഞാൻ ആ ന്യായപ്രമാണം നിവർത്തിക്കാനാണ് വന്നത്. ന്യായപ്രമാണം നമ്മുടെ പാപങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതേ ഉള്ളൂ, അതിന് നമുക്ക് ശുദ്ധീകരണം തരുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ആ ന്യായപ്രമാണത്തിൻ്റെ എല്ലാ ഡിമാൻഡുകളും നിവർത്തിയാക്കി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചതിനാൽ നമ്മൾ ആ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം അത് അനുസരിക്കുവാൻ നമുക്ക് കൃപ നൽകും. ജീസസ്, he finished the demand of law on the cross through his life. Now when we believe in Jesus, he will give us grace to follow the word of God, to keep the word of God. Even though this New Testament is more powerful, more demands from us to obey him. പഴയ നിയമത്തെക്കാൾ കൂടുതലായിട്ട് നാം ദൈവത്തെ അനുസരിക്കുവാൻ ആവശ്യപ്പെടുന്നെങ്കിലും അത് ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപ കൂടെ നമുക്ക് തരുന്നതാണ് ഈ ദൈവത്തിൻ്റെ പുതിയ നിയമം എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണം നീക്കാനല്ല നിവർത്തിക്കുവാനാണ് കടന്നു വന്നത്. സോ the next one we are going to do is adultery. അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് അഡൽട്ടറിയെ കുറിച്ചാണ്. അഡൽട്ടറിയെ കുറിച്ച് നമ്മൾ മത്തായി സുവിശേഷം 5:27 നമ്മൾ വായിക്കുന്നത്, വ്യഭിചാരം ചെയ്യരുതെന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. യു ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്, ബട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചുഴന്നെടുത്തെറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. എന്താണ് കർത്താവ് ഇവിടെ എംഫസൈസ് ചെയ്തിരിക്കുന്നത്? സ്ത്രീയെ നോക്കുക എന്ന് പറഞ്ഞ, സോ ഇഫ് യു ലുക്ക് എ വുമൺ you are making sin means that's not talking about a casual look. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എല്ലായിടത്തും എല്ലാവരെയും കാണും, സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം നമ്മൾ കാണുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ പാപമെന്ന് പറയുന്നത്. നമ്മൾ കണ്ടു, എന്നാൽ നമ്മുടെ ജഡത്തിൻ്റെ ആഗ്രഹം നിവർത്തിക്കുവാൻ വീണ്ടും വീണ്ടും നാം നോക്കുകയോ നമ്മൾ ആഗ്രഹിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതാണ് മോഹമെന്ന് പറയുന്നത്. അത് പാപമാണെന്നാണ് കർത്താവ് പറയുന്നത്. സോ ലുക്കിംഗ് വിത്ത് കവച്ചസ്നെസ് ഓർ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ദാറ്റ് ഈസ് അഡൽട്ടറി.
പഴയ നിയമത്തിൽ ഒരു ആക്ഷൻ മാത്രമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ മനോഭാവം പോലും അത് പാപമായിട്ടാണ് കർത്താവ് കണക്കാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കണ്ണ് സാധാരണ ഇങ്ങനെയുള്ള ജഡത്തിൻ്റെ പാപങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കണ്ണുകളും കൈകളുമാണ്. Usually eyes and hands are using for fleshly sins or for adultery or sin. But what Jesus mean? You cut off if it is a problem for you. അത് നമുക്ക് ഇടർച്ചയാണെങ്കിൽ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം കണ്ണെടുത്ത് കളഞ്ഞതുകൊണ്ട്, നമ്മുടെ കൈ വെട്ടിക്കളഞ്ഞതുകൊണ്ട് ആ ജഡത്തിൻ്റെ ആ മോഹത്വം എന്ന പാപത്തിന് പരിഹാരമാകുമോ? ഒരിക്കലും ആകത്തില്ല. അതിൻ്റെ കാരണം ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ഓർപ്പിക്കാം. നമ്മൾ ഉൽപ്പത്തി 19 അധ്യായത്തിൽ ഒരു വിഷയം കാണുന്നുണ്ട്. ഇൻ ജെനിസിസ് ചാപ്റ്റർ 19 we can read a story. Angels came to the tent or house of Lot. So the people, those who live there in Sodom, they gathered together to do evil things against these angels. They didn't know that they are angels. ആ ലോത്തിന്റെ വീട്ടിൽ വന്നത് ദൂതന്മാരാണെന്ന് അവർ അറിഞ്ഞില്ല. അറിയാതെ തന്നെ അവർക്കെതിരെ ദോഷം ചെയ്യുവാനായിട്ട് ഇവർ ഓടിക്കൂടി. അപ്പോൾ ദൈവദൂതന്മാർ അവർ ലോത്തിന്റെ വീട്ടിൽ നിന്ന് കൈ പുറത്തേക്ക് ഇട്ടിട്ട് ഇവരെ അന്ധതരാക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സോ the angels what they did, they made them blinds. കണ്ണിൽ കാഴ്ചയില്ലാത്തവരാക്കി. So usually what we think, if somebody lost their vision, probably they will try to go back to their home, right? എങ്ങനെങ്കിലും വീട് പറ്റാമെന്നല്ലേ അവർ നോക്കുന്നത്. എന്നാൽ ഇവരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, ബട്ട് they were not trying to go back to their home. They were trying to get the door. അവർ ഡോറ് തപ്പി നടക്കുകയായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും അവരുടെ ആ പാപ സ്വഭാവത്തിന് കൺട്രോൾ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ പിന്നെയും ആ പാപത്തിൻ്റെ ആഗ്രഹത്തിലേക്ക് പൊയ്ക്കൊണ്ടേയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിലെ കണ്ണിൻ്റെയോ കൈയുടെയോ ഫിസിക്കൽ സർജറി അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വി നീഡ് എ സ്പിരിച്വൽ സർജറി. വി നീഡ് ടു റിമൂവ് ദാറ്റ് തോട്ട്സ്. അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. ജോബ് ചാപ്റ്റർ 31 ഫസ്റ്റ് വേർഡ്സ്, ഐ മെയ്ഡ് എ കവനന്റ് വിത്ത് മൈ ഐസ്, then how can I look a woman with lust of the flesh? ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് എങ്ങനെ ഒരു തെറ്റ് ചെയ്യുവാനായിട്ട് കഴിയും? സോ സ്പിരിച്വൽ സർജറി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഫിസിക്കൽ സർജറി. ദാറ്റ്സ് വാട്ട് വി നീഡ്. That's what we read from this word. But we need to remember this. നമ്മുടെ ശരീരത്തിൻ്റെ പാപം നമ്മെ നിത്യ ശിക്ഷാവിധിയിലേക്ക് നടത്തുമെന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. The sin in our flesh will lead us to eternal punishment. നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയുമെന്ന് നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് തന്നെ പറയുന്നുണ്ട് ഹെൽ എറ്റേണൽ ഫയർ പ്ലേസ് ആണെന്ന്. അത് ദണ്ഡനത്തിൻ്റെ സ്ഥലമാണ്. ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് ടോർമെൻറ്റിങ്. ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് എറ്റേണൽ ഫയർ. ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് തേഴ്സ്റ്റ്, ആങ്കർ, gnashing their teeth and they're crying there. It's not a good place to go there. നമുക്ക് അവിടെ പോകത്തക്കുള്ളൊരു നല്ല സ്ഥലമല്ല. കരച്ചിലും പല്ലുകടിയും അവിടെ യാതനയും വേദനയും നിത്യദണ്ഡനവുമുള്ള സ്ഥലമാണ് ഈ നരകമെന്ന് പറയുന്നതെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹെൽ ഈസ് റിയൽ. It is a lake of fire. It is a place of torment. It is a place of anger, cry and gnashing teeth. So
വി ഡോണ്ട് വാണ്ട് ടു ഗോ ദേർ. നമുക്ക് ആർക്കും അവിടെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കർത്താവിലൂടെ വിടുതൽ പ്രാപിക്കണം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ജനിച്ചത് ജഡപ്രകാരമാണ്. ആ ജഡത്തിൻ്റെ മോഹം അവിടെയുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ജനിച്ചത് അങ്ങനെയുള്ള ജഡപ്രകാരമല്ല. ബട്ട് ജീസസ് birth was with the Holy Spirit. He became ransom for us. He died for our sin. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശിൽ യാഗമായി. ആ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് നമ്മുടെ ഈ ജഡ സ്വഭാവത്തിൻ്റെ മേൽ ജയം ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് വി വാണ്ട് ടു തിങ്ക് അബൌട്ട് ലൈയിങ്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഫോഷ്ക് പറയുന്നതിനെ കുറിച്ചാണ്. 5:33 മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു: കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്തിട്ട് കർത്താവിനെ നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, അത് മഹാരാജാവിൻ്റെ നഗരം. പരീശന്മാർ അവർ വളരെ തന്ത്രപരമായിട്ട് അവർ പറയുന്നത് സത്യമാണെന്ന് വരുത്താനായിട്ട് ആണയിടുമായിരുന്നു. പക്ഷേ കർത്താവ് പറയുകയാണ്, അവർ വേറൊരു ട്രിക്ക് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ പേര് അവർ അവോയ്ഡ് ചെയ്യും. അത് പാപമാണെന്ന് അവർക്കറിയാം. ദേ യൂസ് ടു സ്വയർ ഫോർ ടു കൺവിൻസ് പീപ്പിൾ ദേ ആർ ടെല്ലിങ് ട്രൂത്ത്. ബട്ട് purposefully they will avoid the name of the Lord. Instead of that, they use Jerusalem, they use heaven like that. ദൈവം അവരോട് പറഞ്ഞത് അങ്ങനെയല്ല. നിങ്ങളുടെ ജീവിതം സത്യസന്ധമാണെങ്കിൽ ആണയിട്ടൊന്നും തെളിയിക്കേണ്ട കാര്യമില്ല, ആളുകൾക്കതെല്ലാം മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങളത് തെളിയിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്, ആണയിട്ടല്ല എന്ന് കർത്താവ് പറയുകയാണ്. ഒരു കാര്യം നമുക്ക് മനസ്സിലാകാം, നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഈ ഫോഷ്ക് പറയാതെ തന്നെ നമുക്ക് മറ്റുള്ളവരെ ഫോഷ്ക് വിശ്വസിപ്പിക്കാം സാധിക്കുമോ? വിത്തൗട്ട് എ വേർഡ് വി ക്യാൻ ടെൽ ലൈ. യു മേ ആസ്ക് ഹൗ ദാറ്റ് വിൽ ഹാപ്പൻ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ ടു യു. ഞാൻ നിങ്ങളോട് പറയട്ടെ. തിങ്ക് അബൌട്ട് ദ ബ്രദേഴ്സ് ഓഫ് ജോസഫ്. ജോസഫിൻ്റെ സഹോദരന്മാരെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ജോസഫിൻ്റെ സഹോദരന്മാരെ ജോസഫിനെ അപ്പൻ സഹോദരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി അയച്ചതാണ്. എന്നാൽ അവനോട് ദോഷം വിചാരിച്ചിട്ട് അവനെ വിറ്റ് കളഞ്ഞതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവനെ പൊട്ടക്കുഴിയിലിട്ടു, അവനെ വിറ്റ് കളഞ്ഞു. പക്ഷെ അവൻ്റെ വസ്ത്രമെടുത്ത് ഒരു ആടിനെ കൊന്ന് അതിൻ്റെ രക്തത്തിൽ മുക്കി ഇവർ അപ്പൻ്റെ അരിയിൽ കൊണ്ടുവന്നു. തിങ്ക് അബൌട്ട് ദാറ്റ് ബ്രദേഴ്സ്. ദേ ബ്രോട്ട് ഹിസ് ഗാർമെന്റ് വിത്ത് ദ സ്റ്റെയിൻ ഓഫ് ബ്ലഡ്. സോ വെൻ ദേ ഷോഡ് ദിസ് ക്ലോത്ത് വിത്ത് blood stain, Jacob believed that, some cruel wild animals killed my son Joseph. But they didn't say any word. അവരൊരു വാക്കുപോലും പറഞ്ഞില്ല. പക്ഷെ ഒരു വാക്കുപോലും പറയാതെ ഒരു കള്ളം അവർ വിശ്വസിപ്പിച്ചു. See, in New Testament, think about Ananias and Sapphira. What they did, they sold their field and they gave it to the money to the apostles. അവരുടെ വസ്തു അവർ വിറ്റു, അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. അതിനൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവരിങ്ങനെയാണ് ചിന്തിച്ചത്. അവരതിൽ നിന്ന് കുറേ എടുത്തതിന് ശേഷം ഞങ്ങൾ മുഴുവൻ കൊടുത്തു എന്ന് അവരെ വിശ്വസിപ്പിച്ചു. They were pretending we give all. മറ്റുള്ളവരുടെ ബഹുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് അവരപ്രകാരം ചെയ്തു. അതൊരു ഫോഷ്കായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. That was a lie. So lie is a nature of Satan. പിശാചിന്റെ സ്വഭാവമാണ് ലൈ ചെയ്യുക എന്ന് പറയുന്നത്. കർത്താവ് തന്നെ പറഞ്ഞു, John chapter 8 verse 44, Satan is a liar, a father of lie. സകല ഫോഷ്കിൻ്റെയും
അപ്പനാണ് പിശാചെന്നാണ് യേശു പറഞ്ഞത്. പിന്നെ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഭോഷ്ക് പറയുന്നവരാരും ആ പുതിയ യെരൂശലേമിൽ പ്രവേശിക്കത്തില്ല എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സോ those who tell lie, they cannot enter into New Jerusalem. സോ ദൈവരാജ്യത്തിലുള്ളവർ ഭോഷ്ക് പറയുവാൻ പാടില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് സെലക്റ്റീവ് ലവ്. അതിനെക്കുറിച്ച് നമ്മൾ എവിടെയാണ് വായിക്കുന്നത്? സെലക്റ്റീവ് ലവിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് വേഴ്സ് 43 ഓൺവേർഡ്സ് ആണ്. കൂട്ടുകാരനെ സ്നേഹിക്കുകയെന്നും ശത്രുവിനെ പകയ്ക്കുകയെന്നും അരുളിച്ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്തു വിശേഷം? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ എന്ന് നമ്മളിവിടെ വായിക്കുന്നു. സോ വി നീഡ് ടു ലവ് എവരി വൺ. സെലക്റ്റീവ് ലവ് ഈസ് നോട്ട് ദ will of God. So if somebody love me, I will love them. If somebody hurt me, I will hurt them hurt them too. That is not the nature of God. ദൈവത്തിൻ്റെ സ്വഭാവം അതല്ല. നമ്മെ സ്നേഹിക്കാത്തവരെയും കൂടെ നാം സ്നേഹിക്കുന്നവരായിരിക്കണം. നമ്മുടെ കർത്താവ് എങ്ങനെയാണ് ചെയ്തത്? കർത്താവ് നല്ലവരുടെ മേലും ശത്രുക്കളുടെ മേലും മഴ പെയ്യ്ക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു. അവൻ ദയയും കരുണയും കാണിച്ചാണ്, അവൻ്റെ ദയയാണ് മനുഷ്യരെ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ ദൈവം ഉപയോഗിക്കുന്നത്, ശിക്ഷയല്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. അങ്ങനെ ദൈവം സ്നേഹത്തിലൂടെ എല്ലാവരെയും ദൈവരാജ്യത്തിലേക്ക് ആകർഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മളും മറ്റുള്ളവരോട് എല്ലാവരോടും സ്നേഹം കാണിച്ച് നാം അവരെ കർത്താവിലേക്ക് നയിക്കണം. നാം ദൈവത്തിൽ വായിക്കുന്നു, നാം നമ്മുടെ ഒരു ചെള്ളയ്ക്കടിച്ചാൽ മറ്റേ ചെള്ളയുടെ കാണിച്ചു കൊടുക്കണം എന്ന ദൈവത്തിൽ നമ്മൾ വായിക്കുന്നത്. നിന്റെ വസ്ത്രം എടുക്കുവാൻ ശ്രമിക്കുന്നവന് പുതപ്പും കൂടെ വിട്ടുകൊടുക്കണമെന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾക്ക് ഒരു ദോഷം ചെയ്യുന്ന ഒരു വ്യക്തിയെ ആ ആളിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുവാനല്ല, അത് നമ്മൾ സഹിച്ച ശേഷം ആ ആളിനെ കർത്താവിലേക്ക് നയിക്കുവാനായിട്ട് നാം സന്മനസ്സുള്ളവരായിരിക്കണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ താല്പര്യം. അടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് അടുത്ത ഒരു ബാഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് ദ ലവ് ഓഫ് എനിമീസ് ഈസ് മാർക്ക് ഓഫ് സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് സാധാരണ എളുപ്പമാണ്. എന്നാൽ നമ്മളെ സ്നേഹിക്കാത്തവരെ കൂടെ, നമ്മുടെ ശത്രുക്കളെ കൂടെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയത്തിൻ്റെ പക്വതയാണ് കാണിക്കുന്നത്. അതാണ് വായിക്കുന്നത്, ലവ് ഓഫ് അവർ എനിമി ഈസ് മാർക്ക് ഓഫ് സ്പിരിച്വൽ മെച്യൂരിറ്റി. കർത്താവിന് മഹത്വം. അങ്ങനെ നമ്മുടെ ജീവിതം കർത്താവിന് മഹത്വകരമായ രീതിയിലായിത്തീരട്ടെ. The next one is the wrong attitude. The next wrong attitude is seeking the honor of men. Matthew chapter 6 verse 1 to 20. അവിടെ നമ്മൾ വായിക്കുന്നത്, I'm giving 3 points here: our giving, our prayer, our fasting. So ഈ പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം ചെയ്യുന്നത്, ഇവയെല്ലാം ഫാരിസീസിൻ്റെ വലിയ ഒരു സ്വഭാവമായിരുന്നു. അവരത് ചെയ്തിരുന്നത് മനുഷ്യരുടെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടിയായിരുന്നു. ഗിവിങ് ആംസ് ടു അതേഴ്സ്, പ്രേയിങ് ആൻഡ് ഫാസ്റ്റിംഗ് വേർ Pharisees' discipline for to get or gain respect from people.
മനുഷ്യരിൽ നിന്ന് ബഹുമാനം ആഗ്രഹിച്ച് ഇതെല്ലാം ചെയ്തിരുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുകയും നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടവരാണ്. നമ്മൾ രക്ഷിക്കപ്പെടാനല്ല സൽപ്രവർത്തികൾ ചെയ്യുന്നത്. വി നീഡ് ടു ഡു ഗുഡ് വർക്ക് ബട്ട് നോട്ട് ഫോർ അവർ സാൽവേഷൻ. നോബഡി ക്യാൻ പർച്ചേസ് സാൽവേഷൻ. ആർക്കും രക്ഷ വിലയ്ക്ക് വാങ്ങുവാൻ കഴിയത്തില്ല. സാൽവേഷൻ ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ബട്ട് ദോസ് ഹു ആർ സേവ്ഡ് ദേ നീഡ് ടു ഡു ഗുഡ് വർക്ക്. അവർ നല്ല കാര്യങ്ങൾ, സൽപ്രവൃത്തികൾ ചെയ്യുവാൻ ഉത്സാഹമുള്ളവരും ഒരുങ്ങിയിരിക്കുന്നവരുമായിരിക്കണം എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടും അത് അർഹതയുള്ളവർക്ക് ചെയ്യാത്തത് പാപമാണെന്ന് ദൈവവചനത്തിൽ വായിക്കുന്നു. പക്ഷെ നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. ഓൾവേസ് ഗോഡ്സ് ലുക്ക് why we are doing that instead of what we are doing, because God wants the attitude of our heart. He always looks, are we doing with the love of God? ദൈവ സ്നേഹത്തിൽ നിന്നാണോ നമ്മളിത് ചെയ്യുന്നത്, or we are doing this for to get respect from people? മനുഷ്യരിൽ നിന്ന് നമ്മൾ ബഹുമാനം പ്രാപിക്കാനാണോ ഇത് ചെയ്യുന്നതെന്ന് കർത്താവ് നോക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ആകയാൽ നിങ്ങൾ അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആകയാൽ നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരുടെ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. സോ ഡൂയിങ് ആംസ് ഓർ ഗിവ് ടു സംബഡി എൽസ് ഫോർ ടു ഗെറ്റ് ഓണർ ഫ്രം മെൻ ഈസ് ഹിപ്പോക്രസി. അത് കപടഭക്തിയാണെന്നാണ് കർത്താവ് പറയുന്നത്. എന്നാൽ ദൈവ സ്നേഹത്തിൽ നിന്ന് നാം മറ്റുള്ളവർക്ക് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് ആരും അറിയരുതെന്നാണോ അതിൻ്റെ ഉദ്ദേശം? നോ, ദാറ്റ് ഡസൻറ്റ് മീൻ nobody want to know what we are doing for God's sake. God always, I already mentioned, God always look our intention. Barnabas, he sold his property and gave that money to the apostles, not in secret. Everybody saw it. അപ്പോസ്തലന്മാരുടെ കാലത്ത് അവരുടെ കാൽക്കലാണ് കൊണ്ടുവച്ചിരുന്നത്. അത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയല്ല. പൗലോസ് മിഷൻ യാത്രയ്ക്ക് പോകുമ്പോൾ ആ മിഷൻ വർക്കിനായിട്ട് പൈസ കളക്ട് ചെയ്തിരുന്നത് അത് ആളുകൾ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിലാണ് അത് കൊണ്ടുപോകുവാനും കൊടുക്കുവാനും ഒക്കെ പറഞ്ഞത്. അപ്പം മറ്റുള്ളവർ കാണത്തില്ലേ? നിശ്ചയമായിട്ടും ഇറ്റ് ഈസ് നോട്ട് ബാഡ് പീപ്പിൾ നോ വാട്ട് വി ആർ ഡൂയിങ് ഫോർ ദ ലോർഡ്സ് സേക്ക്, ബട്ട് അവർ ഇൻറ്റൻഷൻ മസ്റ്റ് ബി ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം എന്ന് മാത്രമേ കർത്താവ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. ആരും അറിയരുത് എന്ന് അല്ല പറയുന്നത്. ഇനിയും മറ്റുള്ളവർ നമ്മുടെ നൽപ്രവൃത്തികൾ അറിഞ്ഞാൽ അവർക്കും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരു എൻകറേജ്മെൻ്റ് ആകും. സംടൈംസ് when people know about our giving, so that will encourage them also or motivate them to give to the കിങ്ഡം ഓഫ് ഗോഡ്. മറ്റുള്ളവർ കൂടെ അതൊരു എൻകറേജ്മെൻ്റ് ആകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ വായിക്കുന്നത് പ്രയറിനെ കുറിച്ചാണ്. പ്രയർ, ഫാരിസീസ് പ്രേയ്ഡ് പബ്ലിക്കലി ഫോർ ടു ഗെറ്റ് റെസ്പെക്ട് ഫ്രം പീപ്പിൾ. ഇറ്റ് ഈസ് നോട്ട് റോങ് ടു പ്രേ പബ്ലിക്കലി. പരസ്യമായി പ്രാർത്ഥിക്കുന്നത് ഒരു കുഴപ്പമുള്ളതല്ല, പ്രാർത്ഥിക്കണം. ബട്ട് വി നീഡ് ടു പ്രേ സീക്രട്ട്ലി ബിഫോർ വി പ്രേ പബ്ലിക്കലി. പരസ്യമായി നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ രഹസ്യ പ്രാർത്ഥനയുള്ളവരായിരിക്കണം. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പ്രാർത്ഥനയില്ലാതെ മറ്റുള്ളവർ കാണത്തക്കവണ്ണം കേൾക്കത്തക്കവണ്ണം നല്ല വാക്കുകളൊക്കെ ഉപയോഗിച്ച് പരസ്യമായി പ്രാർത്ഥിച്ചു മറ്റുള്ളവരുടെ റെസ്പെക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കുഴപ്പമെന്ന് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. ജീസസ് ടോട്ട് ടു ഹിസ് ഡിസൈപ്പിൾ ഹൗ ടു പ്രേ. ആ പ്രാർത്ഥന റിപ്പീറ്റ് ചെയ്യുവാനല്ല. ദാറ്റ് പ്രയർ വാസ് നോട്ട് ഫോർ ടു റിപ്പീറ്റ് ഇറ്റ്,
It was a model prayer. That was a pattern. Do pray in this way. ഈ പാറ്റേൺ അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ആ പ്രാർത്ഥന തന്നെ നമ്മൾ പ്രാർത്ഥിച്ചാലും ഒരു പാപവുമില്ല എന്ന് നമ്മൾ ഓർക്കണം. ആ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എല്ലാ വേർഡ്സും പ്ലൂറൽ ഫോമിലാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, our heavenly Father, give us our need, forgive us as we forgive to others. That is the noun used in that prayer, not personal pronouns. അത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള for me, I, so not that way. It was a pronoun we. ഞങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദർ വാസ് നോ സെൽഫിഷ്നെസ് ഇൻ ദാറ്റ് പ്രെയർ. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ സെൽഫിഷ്നെസ് ഇല്ലായിരുന്നു. എല്ലാവരെയും കൂടെ ചേർത്താണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. മാത്രമല്ല ആ പ്രാർത്ഥന ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യരുടെ ആവശ്യമല്ല, ദൈവത്തിൻ്റെ കാര്യമാണ് ആദ്യം പറയുന്നത്. ദ ഫസ്റ്റ് തിങ് ഈസ് ഫോക്കസിങ് ഓൺ ഗോഡ്സ് തിങ്സ്. അവർ ഹെവൻലി ഫാദർ, hallowed by thy name, thy kingdom come, thy will be done on earth as it is in heaven. സ്വർഗത്തിലെ പോലെ നിന്റെ ഇഷ്ടം ഭൂമിയിലാകണം. എൻ്റെ ഇഷ്ടം നടപ്പാക്കാനല്ല, നിന്റെ ഇഷ്ടം എന്താണെന്നറിയണം, നിന്റെ ഇഷ്ടം നടപ്പാക്കണം. അപ്പോൾ കർത്താവിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. മാത്രമല്ല ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. അതുമാത്രമല്ല, പിന്നാണ് മനുഷ്യൻ്റെ കാര്യം പറയുന്നത്. ഗിവ് us our daily bread, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീ തരണമേ. forgive us as we forgive to others, മറ്റുള്ളവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അതാണ് കർത്താവ് പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന. ഫസ്റ്റ് വി നീഡ് എ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് അവർ ഗോഡ് ലൈക്ക് ഫാദർ ആൻഡ് സൺ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തോട് പിതാവും മകനും മകളും എന്നുള്ള ഒരു ബന്ധമുള്ളവർക്കാണ് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് എന്ന് അവിടെ നിന്നും വ്യക്തമായി നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ പ്രാർത്ഥന, ഉപവാസത്തെക്കുറിച്ച് നമ്മൾ വായിക്കുക, അവർ ഫാസ്റ്റിംഗ് മറ്റുള്ളവർ വിളങ്ങുന്നതിന് വേണ്ടിയല്ല. ഞാൻ ഇത്ര ദിവസം പ്രാർത്ഥിച്ചു എന്ന് മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾക്ക് ബഹുമാനം എടുക്കാനല്ല, നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുവാനാണ് നാം ഫാസ്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ കർത്താവ് ഫാസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ ദൈവവചനത്തിൽ ഫാസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇറ്റ് ഈസ് എ കമാൻഡ്. ഇറ്റ് ഈസ് നോട്ട് റിട്ടൺ ഇഫ് യു പ്രേ, ഇറ്റ് സേയ്സ് വെൻ യു പ്രേ. നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിലെന്നല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിലെന്നല്ല, നിങ്ങൾ ഉപവസിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ കൊടുക്കുമ്പോൾ. സോ ഗിവിംഗ് ആംസ്, prayer and fasting is essential. It is God's commandment. ദൈവത്തിൻ്റെ ആലോചനയാണ്. നമ്മൾ അപ്രകാരം ചെയ്യണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് ലവ് ഓഫ് മണി, ആങ്സൈറ്റി, ലവ് ഓഫ് മണി, ആങ്സൈറ്റി ആൻഡ് സ്പിരിറ്റ് ഓഫ് ജഡ്ജ്മെൻറ്റ് എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ ഭാഗങ്ങൾ ഇന്ന് നമ്മൾക്ക് പഠിക്കുവാനായിട്ട് ഞാൻ സമയമെടുക്കുന്നില്ല. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഭൗതികമായ കാര്യങ്ങൾ, ഫിനാൻസ് നമുക്ക് ആവശ്യമാണ്. എന്നാൽ നമ്മളുടെ ദൈവത്തെക്കാൾ കൂടുതൽ നമ്മൾ ഈ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ താല്പര്യപ്പെടരുത്. ഈ ലോകത്തിലുള്ളതെല്ലാം നശിച്ചു പോകുന്നതാണ്. വി നോ ലോട്ട് ഓഫ് കിങ്ഡംസ്, എംപയേഴ്സ്. They were well established, but they were not endured forever. അവർ എന്നും നിലനിന്നില്ല. They finished. അവരുടെ ആ സമയം കഴിഞ്ഞു, അവർ മാറിപ്പോയി, വേറൊരു രാജ്യം വന്നു. But the kingdom of God is not like that. It is forever and ever. It is eternal. ദൈവരാജ്യം എന്നും എന്നും നിലനിൽക്കുന്നതാണ്. ആ ദൈവരാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഇഫ് ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ, വി വിൽ ഡിസ്കസ് അബൌട്ട് ദിസ് ലവ് ഓഫ് മണി, ആൻസൈറ്റി ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ജഡ്ജ്മെൻറ്റ്. നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കേണ്ടതിന് വിധിക്കരുത് എന്ന് വചനത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വിധിക്കുവാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്?
പൗലോസും മറ്റും കൊരിന്തിലുള്ള ദൈവജനത്തെക്കുറിച്ച് നിങ്ങളുടെ ഇടയിൽ ഇന്ന കുറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ കാഴ്ചപ്രകാരം വിധിക്കരുത് എന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആങ്സൈറ്റി വിചാരങ്ങളുണ്ട്. നമ്മളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, നമ്മുടെ മക്കളുടെ വിഷയങ്ങളെക്കുറിച്ച്, നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആങ്സൈറ്റി വരാം. പക്ഷേ ഇവിടുത്തെ വിഷയം എന്താണ്? അവിടെ പറഞ്ഞിരിക്കുന്ന ആ രണ്ട് പോസിറ്റീവായിട്ടുള്ള കമാൻഡ്സ് ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള കമാൻഡ്സ് ഉണ്ട്. ആദ്യം നെഗറ്റീവായിട്ടുള്ള കമാൻഡ്സാണ് പറഞ്ഞിരിക്കുന്നത്, വിചാരപ്പെടരുത്. എന്നാൽ ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കമാൻഡാണ്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ തിരുവചന ധ്യാനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. ഇത് നിങ്ങൾ പിന്നെയും ആ ദൈവവചനങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്കതിൽ നിന്ന് സംശയമായി പറയുവാനുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യുക. എനിക്ക് അറിയാവുന്ന വിഷയമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല അവസരം ഞങ്ങൾക്ക് നിൻ്റെ വചനം പഠിക്കുവാൻ തന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇത് ശ്രദ്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇനി ഇത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരെയും ഇടയാകുന്നവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ഈ ക്ലാസ് നിൻ്റെ നാമത്തിന് മഹത്വമാക്കി തീർക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ.